ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള ഭാഗങ്ങളിൽ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. വചനം പറയുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് ഇനി മരണമില്ല, മരണത്തിന് ക്രിസ്തുവിൻ്റെ മേൽ കർത്തൃത്വമില്ല. അടുത്ത ഭാഗം പറയുന്നു, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. പൗലോസ് റോമാസഭയോട് പറയുന്നത്, ക്രിസ്തു ഒരിക്കലായിട്ട് മരിച്ചതുപോലെ, പാപസംബന്ധമായി മരിച്ചതുപോലെ നമ്മളും അങ്ങനെ മരിച്ചവരാണ്. അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലായിട്ട് വീണ്ടും വീണ്ടും മരിക്കുന്ന ഒരു ശുശ്രൂഷയല്ല. ഒരിക്കലായിട്ട് മരിച്ച ക്രിസ്തു എന്നേക്കും ജീവിക്കാനായിട്ട് ജീവിക്കുക. എന്നിട്ട് ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മളും അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നും മരിക്കുക, എന്നും ഉയർക്കുക ഇല്ല പ്രിയരെ. ഒരിക്കലായിട്ട് മരിച്ച നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ആത്മാവിൽ കൈകാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ആ നല്ല കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് പറയുകയാണ്, നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, ദൈവത്തിനായി നടക്കേണ്ടതിന് നമ്മെ ഒരിക്കലായിട്ട് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ആ നല്ല സ്നേഹം, ഒരിക്കലായിട്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് തകർത്ത് കളയാനല്ല, പരാജയപ്പെടാനല്ല. അതാണ് ഇവിടെ പറയുന്നത്, എന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണ്, ജീവിപ്പിക്കുന്നവരാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ കണ്ടിട്ട് ഇനി ഞാനില്ല, എന്നെ തകർത്ത് കളയും എന്ന് പറഞ്ഞ് ഭാരപ്പെടാതെ, ഇല്ല പ്രിയരെ, ഒരിക്കലായിട്ട് പാപസംബന്ധമായി മരിച്ച നമ്മളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് ക്രിസ്തുവിലെണ്ണി അപ്പോസ്തല പ്രവൃത്തികളിൽ മാളിക മുറിയിൽ കൂടിയിരുന്ന അവരുടെ മേൽ ഇറങ്ങി വന്ന, ഒരു സ്ഥലത്ത് പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന അവരുടെ മേൽ ഇറങ്ങി വന്ന ആ പരിശുദ്ധാത്മാവ്, സുബോധത്തിൻ്റെ, നീതിയുടെ നമ്മെ നേരോടെ നടത്തുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മെ നേരോടെ നടത്താൻ കർത്താവ് നമുക്ക് തന്നെങ്കിൽ ഒരിടത്തും തള്ളപ്പെടാതെ, ഒരിടത്തും തകർന്നു പോകാതെ ആ നമ്മളെ തന്നെ എണ്ണി ഒരു ഭവനത്തിലേക്കുള്ള യാത്ര ഉറപ്പിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.